സംഗീതത്തിന്റെ മറ്റു വശങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. ശ്രുതി ശരിയായിരുന്നു, രാഗം ശരിയായിരുന്നു, രാഗം മാറിപ്പോയോ, താളം മാറിപ്പോയോ എന്നും എനിക്ക് പറയാൻ അറിയില്ല. ആ അറ്റംപ്റ്റ് ഈ കുട്ടി നടത്തി എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു ഗായികയുടെ പാട്ട് തിരഞ്ഞെടുക്കാതെ SPGയുടെ പാട്ട് തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത് എന്നെപ്പോലെ സംഗീതത്തെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ചെവികൾക്ക് സുഖിക്കുന്ന രീതിയിൽ ആ കുട്ടി പാടി എന്നുള്ളതാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്കിഷ്ടം യദു എന്ന് പറഞ്ഞ പയ്യന്. അത് ഈ കുഞ്ഞുങ്ങളുള്ള വിരോധമൊന്നും കൊണ്ടല്ല. 2 മിനിറ്റ് എനിക്ക് സമയം തരണം. 2 മിനിറ്റ് സമയം ദയവ് ചെയ്ത് സദസ്സ് തരണം. ആദ്യം സംസാരിക്കേണ്ടതാണ്. എനിക്ക് ആങ്കറിംഗ് അവതാരികമാർ അതിനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടല്ല, സംസാരിക്കാൻ പറയാത്തതുകൊണ്ടാണ് സംസാരിക്കാത്തത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നത് 3 ജഡ്ജസ്, എസ്പെഷ്യലി സുജാത, വേണുഗോപാൽ. അവരുടെ സ്നേഹമസൃണമായ പെരുമാറ്റവും ക്ഷമയും തെറ്റുകുറ്റങ്ങൾ സ്നേഹത്തോടുകൂടി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്ഥിതി, അതവർ ഈ പ്രോഗ്രാമിൽ മൊത്തം മിസ്റ്റേക്കുകൾ വന്നാൽ കളിയാക്കാതിരിക്കുകയും അത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യണം എന്ന് സത്യത്തിൽ അവർ രണ്ടുപേരും ഗുരുനാഥരുടെ സ്ഥാനമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതര റിയാലിറ്റി ഷോകളെ സംബന്ധിച്ച് ഏറ്റവും വിശിഷ്ടമായുള്ളൊരു കാര്യം, അവർ വിധികർത്താക്കൾ തന്നെയായിരുന്നു, ഗുരുക്കന്മാരായ വിധികർത്താക്കൾ. അല്ലാതെ മത്സരത്തിലുള്ള പാളിച്ച കൊണ്ട് ഇച്ചിരി അബദ്ധങ്ങൾ പറ്റിയാൽ അത് വെച്ച് പ്രേക്ഷകരെ ചിരിപ്പിക്കാനുള്ള വിഫല ശ്രമമൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ്. രണ്ടാമത്, ഇതിൽ നസറീന, എന്റെ മകളുടെ സ്കൂളിൽ പഠിക്കുകയാണ്, അവളുടെ ഒരു പ്രത്യേകത, അവൾ വിധി പറയാറില്ല എന്നുള്ളത്. മറ്റ് സ്ഥലത്ത് വളരെ എക്സിക്റ്റുമായിരുന്നു, വെരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആൻഡ് ലെറ്റ് us give the full mark to that. Let us go to the judges. അവതാരികയ്ക്ക് ഒരു അധികാരവുമില്ല വിധി നിർണയം നടത്താൻ. അവർ ജസ്റ്റ് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞത് ജഡ്ജസിന് വിടുക എന്നുള്ളതാണ്. ആൻഡ് ഷീ ഓർ ഹി ഈസ് നോട്ട് സപ്പോസ് ടു സേ എനി കമന്റ് അബൌട്ട് ദി പെർഫോമർ. അത് ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവനവന്റെ ജോലി ചെയ്യുക, അതാണ് ഭംഗി. എനിക്ക് എന്റെ വികാരങ്ങളാണ്. അത് ഈ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നാളെ ആരും ഒന്ന് പറയത്തില്ല, മിസ്റ്റർ ജയറാമും പറയുകയല്ല. അതുകൊണ്ട് നാളത്തെ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ നാളെ നമുക്കൊരു സുശീലാമ്മ വേണം, ഒരു ജാനകിയമ്മ വേണം, ഒരു ദാസേട്ടൻ വേണം, ഇല്ലേ, ഒരു മുഹമ്മദ് റാഫി വേണം, ഒരു കിഷോർ കുമാർ നമുക്ക് വേണം. ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒറ്റ കാര്യം, എനിക്ക് പരാജയപ്പെട്ട കുഞ്ഞുങ്ങളോടാണ് ഒരു വാക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. നിരാശപ്പെടേണ്ട കാര്യവുമില്ല. കണ്ണീരും പിടിച്ചു നാട്ടുവിടുന്ന് പോകേണ്ട കാര്യവുമില്ല. ഒരു സംഭവം പറ, ഒരു ചെറിയ സംഭവം. ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ റേഡിയോ ആയിരുന്നു ഏറ്റവും വലിയ മഹാപ്രപഞ്ചം. ഇന്ന് നിങ്ങളൊക്കെ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മറ്റു ചാനലുകളെ കാണുന്ന പോലെ ഒരു സ്വർഗ പ്രപഞ്ചമായിരുന്നു ഞങ്ങളെ പോലുള്ളവർക്ക് ആകാശവാണി. അവിടെ എങ്ങനെയെങ്കിലും ഒരു നാടകം അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ 10 രൂപയേ ഉള്ളൂ. അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭിക്ഷക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന തുകയാണെന്ന് ആലോചിക്കണം. അന്ന് 2 കൊണ്ട് 3 ദോശയും രസവടയും, അത് കഴിഞ്ഞാൽ 1 രൂപ കൊണ്ട് സമൃദ്ധമായ ആഹാരവും കിട്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് 1 രൂപ മതി 3 നേരത്തെ ഭക്ഷണത്തിന്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ വന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു നാടകം കളിക്കുകയോ പാട്ടുപാടാനോ ഒരു ക്ഷണം കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ സംഗീതത്തിന് ഓഡിഷനുണ്ട്. ഇന്നത്തെ പോലെ തന്നെ പ്രഗത്ഭരായ നമ്മൾ സുജാതയോ അല്ലെങ്കിൽ വേണുഗോപാലോ അല്ലെ MG ശ്രീകുമാറോ ശരത്തിനോ പോലുള്ള ഒരു വലിയ വിദഗ്ധ പാനൽ തീരുമാനിക്കുന്നു, കേരളത്തിലെ സർവകലാശാലകളിലെ പാടാൻ കഴിവുള്ള ഈ നിരന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലുള്ള കുട്ടികൾ അവിടെ വരുമ്പോൾ അവർ പാട്ടുപാടുകയും ആ പാട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവനെ കൊള്ളാം ഇവളെ കൊള്ളാം എന്ന് പറഞ്ഞ് ജഡ്ജസ് മാർക്കിടുകയും അവർക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും രാഷ്ട്രപതി ഒപ്പിട്ട 10 രൂപയുടെ ചെക്ക് എന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി, ഇന്ന് MG രാധാകൃഷ്ണൻ ചേട്ടൻ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു പണ്ട്. അന്ന് റോഡിൽ പൈപ്പ് ഉണ്ടായിരുന്ന സമയം വീടുകളിൽ പൈപ്പ് ഇല്ലായിരുന്നു. അന്ന് വീടുകളിൽ പൈപ്പ് വന്നത് പിന്നെയാണ്, റോഡിലാണ് ഈ പൈപ്പൊക്കെ ഉള്ളത്. ഒരുപക്ഷെ എന്റെ പ്രായത്തിലുള്ള പലർക്കും അത് അറിയാൻ പറ്റും. അങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളവും കുടിച്ച ഒരാള്
ഓൾ ഇന്ത്യ റേഡിയോയിൽ വന്നു പാട്ട് പാടാൻ. അങ്ങനെ മനോഹരമായ ഒരു പാട്ട് പാടി അദ്ദേഹം പോവുകയും ചെയ്തു. പോയ കൂട്ടത്തിൽ അന്നത്തെ പ്രഗത്ഭനായ ജഡ്ജസിൽ ഒരാൾ എഴുതി വെച്ചു, ദിസ് വോയിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദി മൈക്രോഫോൺ എഴുതി ഒപ്പിട്ടു. ആ വിദ്യാർത്ഥിക്ക് ഒരിക്കലും പിന്നെ പാടാൻ പറ്റിയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹമാണ് ഗാനഗന്ധർവൻ യേശുദാസ്. അതുകൊണ്ട് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കുഞ്ഞുങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ട കാര്യമില്ല. കുപ്പയിൽ കിടക്കുന്ന മാണിക്യം എന്നും മാണിക്യം തന്നെയാണ്. അതെത്തേണ്ട സ്ഥാനങ്ങളിലെത്തും. ഇവരാരുമല്ല വിധികർത്താക്കൾ, ദൈവം തന്നെയാണ് വിധികർത്താവ്. അവൻ തീരുമാനിക്കും ആരാണ്, എന്താണ്, എപ്പോ, എങ്ങനെയെന്നുള്ളത്. അതുകൊണ്ട് ആ വിശ്വാസത്തോടുകൂടി ഇതൊരു പ്രോത്സാഹനമായി കാണുക. നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പരിശോധിക്കാൻ അല്ലെങ്കിൽ പരിശീലിക്കാൻ ഒരു വേദി നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക. ഇതിലെ സമ്മാനമോ സമ്മാന തുകയോ ആയിരിക്കരുത് ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം. ഒരു ഭവനം കിട്ടാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ പാടി മരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രതിഭയുള്ളവനാണെങ്കിൽ ഭവനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും, ഇഷ്ടംപോലെ വന്നു ചേരും. അതുകൊണ്ട് നിരാശപ്പെടാതെ മുമ്പോട്ട് പോകുക. ഇതൊക്കെ നിങ്ങളുടെ ചാലഞ്ച് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ള വേദിയാണ്. അതിൽ 100% ജഡ്ജസും വിധികർത്താക്കളും ബഹുമാന്യായ അവതാരികയൊക്കെ അതിന് പങ്കുചേരുന്നു. അക്കൂട്ടത്തിൽ എന്റെ അഭിപ്രായങ്ങൾ ഒന്ന് രണ്ടും സ്വന്തമായിട്ട് ഇത്തരം അവസരങ്ങൾ എനിക്ക് കിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് വേണ്ടത് വിധികർത്താക്കളുടെ വാക്കാണ്. അതിനുമുമ്പ് ഒരക്ഷരം ആരും ഒരു വേദിയിലും സംസാരിക്കുവാൻ പാടില്ല. അത് നിർബന്ധമാണ്. ഏത് ഷോയ്ക്കും അത് നിർബന്ധമായിട്ട് പാലിക്കണം. അഴിച്ചുവിടുക എന്നുള്ള ഒരു പ്രവണത ശരിയാവില്ല. ഒരളവ് വരെ സഹിക്കാം, അത് കഴിഞ്ഞ അരോചകം തന്നെയാണ്. അതുകൊണ്ട് ദയവീത് അത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. പുതിയ ഭാവിയിൽ നമുക്കൊരു മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, യേശുദാസ്, മുകേഷ്, സൗന്ദരരാജൻ ഒക്കെ നമുക്ക് വേണം. SPG ഒക്കെ വേണം, ജാനകിയമ്മ വേണം, സുശീലാമ്മ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ അത്യാഗ്രഹങ്ങൾക്ക് വഴിപ്പെടാതെ കോടികൾക്ക് വേണ്ടി പാടുന്നതിലപ്പുറം ജനകോടികൾക്ക് വേണ്ടി അവർ പാടട്ടെ. അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് നാളത്തെ ഗായകർ എന്നുള്ളത്. നന്ദി, നമസ്കാരം. ഈ വേദിയിൽ സമ്മാനം കിട്ടിയ എല്ലാ പ്രതിഭകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്കൊരു അവസരം കിട്ടിയതിൽ ഏഷ്യാനെറ്റിലെ എല്ലാ ജീവനക്കാരെയും, ശ്രീ മാധവൻ എന്റെ സുഹൃത്താണ് അടക്കം ഞാൻ നന്ദിയുള്ളവനാണ്. വല്ലപ്പോഴുമൊക്കെ എന്നെ പോലെയുള്ളവരെയൊക്കെ ഒന്ന് വിളിക്കണം ഇത്തരം കാര്യങ്ങൾ. എന്നെ ജഡ്ജായിട്ട് വിളിച്ചു 2 ഷോയ്ക്ക്. ഞാൻ പറഞ്ഞു സംഗീതത്തെപ്പറ്റി എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ പാട്ടുകാരനല്ല, ഞാനൊരു ശ്രോതാവ് മാത്രമാണ്. അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ക്ഷണമുണ്ടായിരുന്നുണ്ട്, 100% ക്ഷണമുണ്ട്. മഞ്ജു സ്റ്റാർ സിംഗറിലേക്ക് ഉണ്ടായിരുന്നു, സ്റ്റാർ സിംഗറിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നിട്ട് ഫെന്റാസ്റ്റിക്, നന്നായിരുന്നു, ഗംഭീരമായിട്ട് പാടി. രാഷൻ പറഞ്ഞ ശ്രീകുമാർ പറഞ്ഞതുപോലെ അതുപോലെ തന്നെയായിരുന്നു എന്റെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായം പറയാൻ എന്നെ കിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. കൊള്ളില്ല തന്നെ. കൊള്ളാമെങ്കിൽ കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടാരെന്ന് ചോദിച്ചാൽ യദു തന്നെയാണ്. വല്ലപ്പോഴും പാട്ട് കേട്ടിട്ടുണ്ട്, അത് വേറെ ഒരു എന്റെ വിഷയം. അവന് സമ്മാനം കിട്ടണമെന്നൊന്നുമില്ല. ഞാനൊരു ചടങ്ങിൽ നിന്ന് വന്നപ്പോ ഒരു 9:30 മണിക്ക് ഒരു 8:30 മണിക്ക് ഒരു ചടങ്ങിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഞാൻ ആകസ്മികമായിട്ട് വേദിയിൽ പറയാനിടയായി, എന്റെ ഇന്നത്തെ പ്രോഗ്രാം സമ്മാനദാനത്തിന് പോവാണ്. സാറേ ആ യദുവിന് കൊടുക്കാൻ പറയണം കേട്ടോ. കുറെ വീട്ടമ്മമാരും കുറെ ആൾക്കാരും ഒക്കെ പറഞ്ഞാണ്, കുറ്റം പറയുകയല്ല. പക്ഷേ ഹൂ ഇസ് ദ പബ്ലിക്, വാട്ട് ഇസ് ദ പബ്ലിക് ആൻഡ് വാട്ട് ദേ ഡിസൈഡ്, ഇറ്റ് വിൽ കം ഔട്ട്. ഇവിടെ അല്ല വിഷയം. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും ജനാധിപത്യ രീതിയിൽ വർത്തിക്കുന്ന ഒരു സംസ്ഥാനവും രാജ്യവുമായതുകൊണ്ട് ജനങ്ങളാണ് ഗായകരെ സൃഷ്ടിക്കുന്നതും ജനങ്ങളാണ് എന്നെയും ജയകുമാറിനെ സൃഷ്ടിക്കുന്നതും. നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ നശിപ്പിക്കുന്നതും തകർക്കുന്നതും. അതിനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹാപ്പി ഓണം. നന്ദി, നമസ്കാരം. എന്നോട് സംസാരിക്കാൻ പറഞ്ഞതായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ രഞ്ജനി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. എനിവേസ് ഞാൻ ചോദിച്ചു വാങ്ങി, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. ഇനി നമുക്ക് വി വിൽ ക്യാരി ഓൺ വിത്ത് എ ജോബ് അറ്റ് ഹാൻഡ്. നെസ്ലെ മാൻ സ്റ്റാർ സിംഗർ ജൂനിയർ സീസൺ 2 ഗ്രാൻഡ് ഫിനാലയിൽ റിസൾട്ട് കാത്തു നിൽക്കുന്നു ആദർശ് ആൻഡ് വൈശാഖി. ഇതിൽ വിജയി ആരാണ് എന്ന് ജയറാമേട്ടൻ പ്രഖ്യാപിക്കും. ആരായാലും രണ്ടുപേരും വളരെ നന്നായിട്ട്